ക്രിസ്മസ് ട്രീ എങ്ങനെ തയ്യാറാക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒടിഞ്ഞ് കിടന്ന ഒരു മുരിങ്ങയുടെ കമ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മൊത്തത്തിലിങ്ങനെ എടുത്തിട്ട് അതിൽ ആവശ്യമില്ലാത്ത ശാഖകളെല്ലാം വെട്ടി മാറ്റി അതിനെ ക്ലീൻ ചെയ്തെടുക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. അടുത്തതായിട്ട് സിറ്റ് ഔട്ടിൻ്റെ ഒരു സൈഡിലായിട്ട് ചെറിയ ടേബിൾ ഇട്ടതിന് ശേഷം ടേബിളിൻ്റെ ഒരു സൈഡിലായിട്ട് വൃത്തിയാക്കിയെടുത്ത കമ്പിനെ ചെറിയ ചരട് ഉപയോഗിച്ചിട്ട് കെട്ടിയെടുത്തു. ഇനി ഈ കമ്പ് മൊത്തത്തിൽ നമ്മുടെ വീട്ടിൽ പഴയ വേസ്റ്റ് പേപ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കണം. ഞാനാണെങ്കിൽ വീട്ടിൽ നമ്മുടെ പാലുകാച്ചിന് കിട്ടിയ കുറേ ഗിഫ്റ്റ് പേപ്പറൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അത് മൊത്തത്തിൽ അതിൽ ഗ്രീൻ കളർ ആയിട്ട് വരുന്ന കുറച്ച് പേപ്പേഴ്സൊക്കെ എടുത്തിട്ട് അത് ഫുള്ളായിട്ട് ഇതിൽ ചുറ്റി സെല്ലോ ടേപ്പൊക്കെ വെച്ച് ഫുള്ള് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്നില്ലേ, അതിൽ ഗ്രീൻ കളർ വന്നിട്ട് 5 എണ്ണം ഉണ്ടായിരുന്നു. വൈറ്റ് കൂടെ മിക്സ് ആയിട്ട് വരുന്നത് 2 എണ്ണമാണ് ഉണ്ടായിരുന്നത് കയ്യിൽ. ഞാനപ്പം മൊത്തം എന്തായാലും ഇനി അടുത്ത് വാങ്ങിക്കാതെ ഉള്ളത് വെച്ച് തന്നെ എന്തായാലും ഫുള്ള് കവർ ചെയ്തെടുക്കുക എന്നുള്ള രീതിക്ക് അതിനെ ചെറുതായിട്ട് ചുറ്റി ഫുള്ളായിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട്. കുറച്ച് ടൈമൊക്കെ എടുത്തു. ഇതൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നതിൽ ക്രിസ്മസ് ഡെക്കറേഷൻ സാധനങ്ങൾ ഉപയോഗിച്ച് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ സീരിയൽ സെറ്റ്, ഈ സീരിയൽ സെറ്റ് പുതുതായിട്ട് ഇപ്പോൾ വാങ്ങിച്ചതാണ്. കയ്യിലുണ്ടായിരുന്ന ഒരു സീരിയൽ സെറ്റ് ഇതിൽ ഇട്ട് കൊടുത്തു. അപ്പോൾ വലിയൊരു പ്രകാശമൊന്നും ഇല്ലാത്ത പോലെ തോന്നി. അങ്ങനെ ഒരു സീരിയൽ സെറ്റ് കൂടെ വാങ്ങിച്ചിട്ട് ഇതിൽ ഫുള്ളായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ നൈറ്റ് വ്യൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ക്രിസ്മസ് ട്രീ തയ്യാറാക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ മടിപിടിച്ചിരിക്കാതെ നമ്മുടെ വീട്ടിലുള്ളത്, ഇതിപ്പോൾ ഞാൻ കമ്പ് വെച്ചിട്ടാണ് ചെയ്തത്, അല്ലാതെ വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അതുപോലേക്ക് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്ത ക്രിസ്മസ് ട്രീയുടെ വീഡിയോ ഇതിൻ്റെ താഴെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും നക്ഷത്രങ്ങൾ മാനത്ത് വിരിയുന്ന ഈ ക്രിസ്തുമസ് വേളയിൽ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എങ്ങനെയായി, ക്രിസ്മസ് അടിച്ചു വിളിക്കുകയല്ലേ?